എല്ലാവർക്കും ഹൈടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബസ് യാത്ര, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഈസ്റ്റ് കോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് കോട്ട് ഇവിടെ നിന്നാണ് ബസ് എടുക്കുന്നത്. നമ്മുടെ നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാരും ടൂറിസം വകുപ്പും കൂടെ നമ്മുടെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഞ്ചാരികൾ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റിനൊക്കെ ഇവിടുത്തെ നഗരത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി 2 മണിക്കൂറുള്ളൊരു നഗരത്തിലെ ഫുള്ള് സ്ഥലവും പോയി കാണാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 3 മണിക്കാണ് ബസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് ബസ് കിടക്കുന്ന ഇടത്തോട്ട് പോവാം, നേരെ അങ്ങോട്ട് പോവാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബസ്സിനെ അകത്തു നിന്നുള്ള കാഴ്ചകളാണ്. എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ബസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും 3 മണിക്കാണ് ബസ് വരുന്നത്. എന്തായാലും ഇന്ന് സൺഡേ ആണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും ബസ്സിൽ കയറിയിട്ട് കാണാൻ ബാക്കി കാഴ്ച. നമ്മൾ ഈ ബസ്സിലാണ് കാഴ്ച നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, നമ്മളാ സാധാ പണ്ടത്തെ നമ്മളെ ശംഖൂർ റൂട്ട് ഓടുന്ന ബസ്സുണ്ട്, ഡബിൾ ഡക്കർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കിൽ പോവാം. അത്യാവശ്യം ഇതിലാണ് പാട്ടും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്നവർ വൈകുന്നേരം വരാൻ വേണ്ടി ശ്രമിക്കുക, ഒരു 5:30-6 മണി ടൈമിന്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ അങ്ങനെ ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബസ്സിനകത്ത് നിന്നുള്ള കാഴ്ചകൾ. അങ്ങനെ ഉണ്ട്. അപ്പോൾ 3 മണിയായതുകൊണ്ടാണ് വലിയ തിരക്കില്ല. സംഭവം ഭയങ്കര നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ ഇരിക്കാം. മുകളിൽ ഇരുന്നാലും നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. വലുതായിട്ട് ആരും വന്നിട്ടില്ല, 1-2 പേര് മാത്രമേ ഇരിക്കുന്നുള്ളൂ. നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിൽ ഇരുന്ന് പോകാമെന്നാണ് വന്നത്. പക്ഷേ മുകളിൽ നല്ല രീതിയിലുള്ള വെയിലുണ്ട്, കണ്ടില്ലേ. ആകെ 2-3 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് കിടക്കുന്നത് നമ്മളെ ഡബിൾ ഡക്കർ പണ്ടത്തെ ബസ്, ശംഖൂർ റൂട്ടൊക്കെ ഓടുന്ന. എന്തായാലും 3 മണിയാവും ബസ് എടുക്കാൻ വേണ്ടി. അതില്ലേ ഗൈസ്, ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രം. കണ്ടില്ലേ, ഈ സൈഡ്. എന്തായാലും 3 മണിക്ക് ബസ് എടുക്കുള്ളൂ. നമുക്ക് എന്തായാലും കാഴ്ചകൾ, നഗരത്തിലെ കാഴ്ചകൾ. ഞാൻ ഒരു 6 മണി ടൈമിന് വരാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ ഗൈസ് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വൈകുന്നേരം വന്നത്. അതിലും കുഴപ്പമില്ല, കുറച്ച് വെയിൽ കൊണ്ടാലും നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് പിന്നെ ഈ ടൈമിന് വന്നത്. നമുക്ക് ബസ് എടുത്തിട്ട് മുകളിലോട്ട് പോകാം. അതെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ താഴെ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, വലിയ ആൾക്കാരൊന്നുമില്ല, അങ്ങനെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ കൊണ്ട് ടിക്കറ്റ് ആവശ്യമുള്ളവർ ഓൺലൈനിൽ എടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി എടുക്കാം. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമുക്ക് ലോവർ വരുന്നത് 100 രൂപയും മുകളിൽ 200 ആണ്, 200 രൂപയാണ്. അപ്പോൾ മ്യൂസിക് സിസ്റ്റം അതേപോലുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈവനിങ് 6 മണിക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഫ്രണ്ട്സായിട്ടൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ്. എന്തായാലും ബസ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. കണ്ട കാഴ്ച, ഞാൻ വേർത്ത് കുളിക്കുന്നു, നല്ല രീതിയിൽ വേർത്ത്, കണ്ടില്ലേ. അപ്പോൾ ബസ് എടുത്തിട്ട് മുകളിലോട്ട് പോകാം. അപ്പോൾ അത്യാവശ്യം കാറ്റെങ്കിലും കിട്ടും. കണ്ടോ ഗൈസ്, മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം അതേപോലുള്ള സാധനമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്നവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് വണ്ടി എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു പോവാം. ഇരിക്കാൻ പോലും പറ്റില്ല, നല്ല ചൂടാണ്. സീറ്റൊക്കെ സൈഡിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ബസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് മോളിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ട് പോവാം. പിന്നെ ഈ ബസ് AC അല്ല കേട്ടോ ഗൈസ്, AC ബസ്സല്ല. പക്ഷേ പഞ്ചാബിൽ നമ്മൾ പോയ സമയത്ത് ഇതേപോലെ ഒരു ബസ് കയറിയായിരുന്നു. അത് പക്ഷേ AC ബസ്സായിരുന്നു. താഴെ AC-യും മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള. പക്ഷേ ഇത് AC ആക്കണമായിരുന്നു. നല്ല ചൂടുണ്ട്. എങ്കിൽ വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടും.
ഈ ദൂരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മെയിനായിട്ട് ഇത് കണ്ട് കയറുന്നതാണ് ഈ ബസ്സിലൊക്കെ. അപ്പോൾ എ സി ആയിരുന്നെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ വേണ്ടി സാധിച്ചേനെ. ഇതിന് കുഴപ്പമില്ല, നമുക്ക് ഒരു 6 മണി 5:30-6 മണി ടൈമിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സിറ്റി റൈഡാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാഴ്ചകൾ സ്ഥലങ്ങളൊക്കെ കാണാം. തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മളെ ബസ് ഇപ്പം നമ്മുടെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജയലക്ഷ്മിയുടെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. ജയലക്ഷ്മി അങ്ങനെ ഗൈസ് ബസ് SMB സ്കൂളിൻ്റെ ഫ്രണ്ട്. ഈ സ്കൂളിലാണ് ഗൈസ് ഞാൻ പഠിച്ചത്. നമ്മൾ 5 വർഷം പഠിച്ച സ്കൂളാണ് ഈ സ്കൂൾ. SMB ഓവർ ബ്രിഡ്ജുള്ള SMB സ്കൂളിലാണ് പഠിച്ചത്. ഇഷ്ടംപോലെ ഡെവലപ്പായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇഷ്ടംപോലെ നല്ല അടിപൊളി കടകളൊക്കെ ഉണ്ട്. പോത്തീസിൻ്റെ തന്നെ സ്വർണ്ണക്കട, അതേപോലെ തന്നെ അതാണ്ട് ഈ സൈഡിൽ നമ്മളെ പോത്തീസ്, ഇമ ജ്വല്ലറി എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 രൂപയാണ്, താഴെ വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സമയവും ഡേറ്റയൊക്കെ വെച്ച് അവർ ആപ്പ് മുഖേന നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇത്രയും സീറ്റ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു, കണ്ടില്ലേ 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ സ്പോട്ടും അവർ കവർ ചെയ്യും. നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നമ്മൾ എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ പുളിമൂട് ജംഗ്ഷൻ. ഇത് പുളിമൂട് ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. തൊട്ട് മുകളിലായിട്ട് നമ്മുടെ AI ക്യാമറ വെച്ചിട്ടുണ്ട്. കണ്ട ഗൈസ്, AI ക്യാമറ എടുത്തിട്ടുണ്ട് വീഡിയോ. കണ്ടില്ലേ നമ്മളെ സെക്രട്ടേറിയറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. കണ്ടില്ലേ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ്, അവിടെ കൂടെയാണ് ഇപ്പോൾ ബസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഒരു 6 മണി ടൈം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ഞാൻ വന്നത് വൈകുന്നേരം വെയിൽ ഉള്ള സമയമായതുകൊണ്ട് നല്ല രീതിയിലുള്ള ചൂടുണ്ട്. സീറ്റിലൊന്നും ഇരിക്കാൻ നിന്നാണ് ഇത്ര നേരം വന്നത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 5:45-6 മണി 2 മണിക്കൂറത്തെ ട്രിപ്പാണിത്. അപ്പോൾ നിങ്ങളൊരു 5:30-ക്കുള്ള ബസ്സിനൊക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റും വെട്ടം അതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ എത്രയോ വർഷം പഴക്കമുള്ള കോളേജാണ്. എത്രയോ പ്രമുഖർ പഠിച്ച കോളേജാണ് ഗൈസ് ഈ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ പാളയം എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും നമ്മുടെ കേരള ഗവൺമെൻറ് നല്ലൊരു ഇതാണ് ഈ സംഭവം. നമ്മളെ ദൂരം എന്നൊക്കെ പറഞ്ഞ സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ പാളയം എത്തിയിരിക്കുകയാണ് കഴിച്ച്. ഇതാണ് നമ്മളെ പാളയം പള്ളി. അതില്ലേ പാളയം പള്ളി എത്തിയിരിക്കുന്നു. ഇതാ കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച് തൊട്ടാണ്. ഇത് കണ്ടില്ലേ നമ്മുടെ സ്റ്റേഡിയം. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് നിയമസഭയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഗൈസ് ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളിയാണ്, CSI ചർച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ സിഗ്നലിലാണ് നിൽക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. നേരെ കാണുന്നത് മ്യൂസിയം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുകളിൽ വന്നിട്ട് 100 രൂപയായിരുന്നു ചാർജ്. ഇപ്പോൾ അവർ ചാർജ് കൂട്ടിയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ മ്യൂസിയമാണ്, മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ്. കണ്ടില്ലേ? ഞാൻ ഞായറാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്.
അതൊക്കെ എല്ലാവരും തോണ്ട് അവിടെ പുല്ലിൽ വന്നിരിക്കുന്നു. നല്ലൊരു കാഴ്ചയാണത്. എന്തായാലും ഇതൊരു നല്ലൊരു സംഭവമാണ്. ഈവനിങ് ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബസ്സിൽ കയറി ഒരു 2 മണിക്കൂർ നിങ്ങൾ കറങ്ങി വരിക. നമ്മൾ വെള്ളയമ്പലം കവടിയാർ റൂട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. കനകക്കുന്ന് പാലസ്. ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിരവധി പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സാധാരണ ഇന്ത്യയുടെ ഫ്ലാഗ് കെട്ടുന്നതാണ് ഗൈസ്. ഇപ്പം ഫ്ലാഗ് കെട്ടിയിട്ടില്ല, കണ്ടില്ലേ? കനകക്കുന്ന് പാലസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്ഥലം കവർ ചെയ്തെന്നുണ്ടോ ഗൈസ്? നിങ്ങളെ സ്ഥലം എവിടെയാണ്? മാവേലിക്കര എന്നുള്ളവരാണ്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മുകളിൽ. ബാക്കി ഇവിടെ ഒന്നും വേറെ ആരുമില്ല. ഒരു ഇതായി കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട് വെയിലിൽ നിന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? പണ്ട് രാജാക്കന്മാർ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണത്, കണ്ടില്ലേ? മരങ്ങൾ ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള വെയിൽ അടിക്കുന്നില്ല മുകളിൽ. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കൊള്ളാം ഗൈസ്. നമ്മൾ ആ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ചെയ്തൊരു നല്ലൊരു കാര്യമാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇതേപോലുള്ള കാര്യങ്ങൾ വേണ്ടി ചെയ്യുക. അപ്പോൾ നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ തന്നെ എങ്കിൽ ടൂറിസ്റ്റുകൾക്കും അതേപോലെ സഞ്ചാരികൾക്കും വേണ്ടി ഇതേപോലുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. റിയാസ് അദ്ദേഹം നല്ലൊരു ഇതാണ് ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്കും അതേപോലെ ടൂറിസത്തിന് വേണ്ടി. എന്തായാലും കൊള്ളാം. ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഇനി ചെയ്യാൻ ക്യാമറ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് എനിക്ക് പറ്റി തരുമെന്ന് പറഞ്ഞുകൂടാ. ഫ്രണ്ടിലായിട്ടുള്ള ബിൽഡിംഗ് കണ്ടാ ഗൈസ്, ആർക്കിടെക്റ്റിൻ്റെ ബിൽഡിംഗ് ആണ്. നമ്മളെ അംബാനിയുടെയൊക്കെ വീട് പോലെ കൊള്ളാമല്ലേ? അത് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു വരികയാണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മുടെ കവടിയാർ പാലസ് വരെയാണ് വണ്ടി പോയത്. അവിടെ നിന്ന് നേരെ യൂട്ടേൺ എടുത്ത് നമ്മൾ വന്ന വഴി തന്നെ കനകക്കുന്ന് മ്യൂസിയം റോഡ്, കണ്ടില്ലേ? ആ റോഡ് നമ്മളിങ്ങനെ നല്ല മാനവീയം വീതിയാണ് ഗൈസ്. നൈറ്റൊക്കെ നല്ല അടിപൊളി വൈബുള്ള സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കിടക്കം വീഡിയോകൾ ഇടുന്നതാണ്. ഇത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ്. നേരെ ഓപ്പോസിറ്റുള്ള പിള്ളേർക്ക് വേണ്ടി കളിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ല? നേരെ ഓപ്പോസിറ്റുള്ളത് നമ്മുടെ കനകക്കുന്ന് ഗൈസ്. ഇതാണ് നമ്മുടെ കേരള സർവകലാശാല. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എന്തായാലും വലിയ തിരക്കില്ല. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മളാ ചാക്ക പോകുന്ന റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ KSEB ഒരു ലൈൻ കമ്പി അതിൽ കൊരുത്ത് നിൽക്കും. എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മരത്തിൻ്റെ ചില്ലയൊക്കെ ഒന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും നല്ലൊരു അനുഭവമാണ്. നമുക്ക് ഇതേപോലുള്ള കാഴ്ചകളിങ്ങനെ അങ്ങനെ നമ്മൾ ഇങ്ങനെ വണ്ടി സഞ്ചരിച്ച് നമ്മുടെ ടെർമിനൽ 1 അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കണ്ടില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഡൊമസ്റ്റിക് വരുന്നത് അപ്പുറത്താണ്, ആ സൈഡാണ്. നമ്മളെ ശംഖുമുഖം അവിടെയാണ് ഡൊമസ്റ്റിക് വരുന്നത്. ഇത് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് എയർപോർട്ടിൻ്റെ റൺവേ ആണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ, കണ്ടില്ലേ?
ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് നല്ല വലിപ്പമുള്ള ഒരു റൺവേ ആണ്. നിങ്ങൾ നേരെ കാണുന്ന നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഹാങ്ങറാണ്. ഫ്ലൈറ്റ് എല്ലാം കൊണ്ട് സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. ആണല്ലേ, രണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അതിനകത്ത്. ഗൈസ് ഫ്ലൈറ്റൊക്കെ ഒതുക്കിയിട്ടേക്കുന്ന കണ്ടോ ഗൈസ്. നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഏതോ മലേഷ്യൻ എയർവേസ് ആണെന്ന് തോന്നുന്നു, ആ ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടി നമ്മൾ ശംഖുമുഖം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ യൂട്ടേൺ എടുക്കും ഗൈസ്. അങ്ങ് പോകില്ല, കടലൊന്നും കാണിച്ചു തരില്ല കേട്ടോ. ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കും. അതുകൊണ്ട് നേരെ കാണുന്നതാണ് ഗൈസ് കടൽ. കണ്ടില്ലേ, എന്തായാലും അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല, കടലൊന്നും കാണിച്ചു തരില്ല. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകും ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. ശംഖുമുഖമൊക്കെ പോയി കണ്ട് നേരെ നമ്മൾ കണ്ട് പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ നേരെ ഹൈവേ കയറിയിരിക്കുകയാണ്. ഇനി നേരെ ലുലു മാള്, അവിടെ നിന്ന് നേരെ യൂട്ടേൺ എടുത്ത് തിരിച്ചു വരും. അപ്പോൾ ലുലു മാൾ അവിടെ എല്ലാം പോയി ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയുണ്ട് ഗൈസ്. വീഡിയോ കൊള്ളാമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ബൈപ്പാസ് റോഡിലെ കാഴ്ചകളാണ്. ഞായറാഴ്ചയായിട്ട് വലിയ തിരക്കൊന്നുമില്ല ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ. ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ നേരെ നമ്മൾ യൂട്ടേൺ എടുത്ത് തിരിച്ചു വരും. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. അല്ലേ, സൺഡേ കൊണ്ട് തന്നെ കാർ പാർക്കിങ് കണ്ടോ ഗൈസ്. സ്ഥലമില്ല കാർ ഇടാനും വണ്ടി ഇടാനും. പിന്നെ പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ ആൾക്കാർ പോകുന്ന കാണാം. അപ്പോൾ ഗായ്സ്, ഈ ചേട്ടനാണ് നമ്മളെ ഈ വണ്ടിയുടെ ഡ്രൈവർ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സമീർ. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് ബസ്സിൻ്റെ ഡ്രൈവർ. അതേപോലെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. CCTV ഫുള്ള് ഇവിടെ നമുക്ക് ഈ സ്ക്രീൻ വഴി എല്ലാം കാണാൻ വേണ്ടി പറ്റും. ചേട്ടാ, ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്ക് വരുന്ന ടൈം ഏതാണ്? ആ ടൈമിലാണ്, ഈവനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ? 3 മണിക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവായി. ആ, അപ്പോൾ എന്തായാലും എല്ലാവരും വരിക. ദൂരം നിന്നുള്ള വരുന്ന സുഹൃത്തുക്കളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മളെ യാത്ര ഇവിടെ തീരാറായിരിക്കുകയാണ്. മോളിൽ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ മഴ കറുത്ത് വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി. ലൈസൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? ഇതിനകത്ത് ലൈസ് വെള്ളം എല്ലാം കിട്ടും. അത് സെപ്പറേറ്റ് ആണ്, പൈസ എല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒരു 5 മണി 6 മണി ആ ടൈമിനുള്ള ബസ്സിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. നല്ല വൈബിന് നൈറ്റ് കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. ഈ ദൂരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പം മ്യൂസിയത്തിൽ പോകണമെങ്കിലും ശംഖുവും വരണമെങ്കിലും സെപ്പറേറ്റ് ബസ് കയറണം. അപ്പോൾ നിങ്ങൾ ഇത് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ റൂട്ടിൽ തിരുവനന്തപുരം സിറ്റി മൊത്തം കണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വരണവരതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇനിയും കിടിലം വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബൈ.